വേടൻ വീണ്ടും വേട്ടയ്ക്കിറങ്ങിയപ്പോൾ ഒരു ഇര കൂടി ഉണ്ടായതായി കേൾക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടൊക്കെ ഇറങ്ങിയെന്ന് കേൾക്കുന്നു. പാട്ട് പാടാൻ പറ്റുമോ? എങ്ങനെയാണ്? ശ്രുതിയും താളമൊക്കെ പിച്ച് റെഡിയായി. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഇനി പിച്ചും താളമൊന്നും വേണമെന്നില്ല, റാപ്പല്ല. ആകെ കൂടെ ഈ കടലമ്മ കരഞ്ഞല്ലേ പറ്റിയത് അങ്ങനെ തന്നെ എന്തോ വരികളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ ഈ PG ക്ലാസ്സിലും പിന്നെ 12ാം ക്ലാസ്സിലും ഒക്കെ വേടന്റെ രാത്രികാല പരീക്ഷണങ്ങൾ അത് പുസ്തകമാക്കുന്നു, അത് സിലബസ് ആക്കുന്നുണ്ട്. പക്ഷെ രാത്രികാലം മാത്രമല്ല ഇയാളുടെ പരീക്ഷണം, പകല് കൊണ്ടതാണ് ഡോക്ടർ പരാതിയിൽ പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ 12ാം ക്ലാസ്സിനും ഉണ്ടെണ്ണ +2 അത് പിള്ളേര് ബയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതില് പിന്നെ തിയറി ഒക്കെ പഠിക്കണുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റിന്റെ അതിലെ വരികളാണ് ഇത്. പെണ്ണെന്നും എനിക്കൊരു വീക്ക്നെസ് അല്ലേ, നീ വന്ന് വലിഞ്ഞങ്ങ് കയറിയതല്ലേ, കഞ്ചാവ് അടിച്ചിട്ട് കറങ്ങിയിരിക്കുമ്പോൾ ബിരിയാണി എന്നും ഒരു ബോറല്ലേ, അൽഫാം, ഗ്രിൽഡ് ചിക്കൻ, കോഴിക്കറി, ബട്ടർ ചിക്കൻ ഒരു വെറൈറ്റി അല്ലേ, ഞാൻ മന്ത്രിയല്ല തന്ത്രിയല്ല, നീ ഡോക്ടർ ആയാൽ എനിക്കൊരു ഇല്ല, തൈരുമില്ല, കെട്ടാമെന്ന് ഞാനൊട്ടേറ്റിട്ടുമില്ല, നീത് നാറ്റക്കേസാക്കുമെന്ന് ഞാൻ കരുതിയുമില്ല, ഇനി കേസ് വരുമോ അഴിയെണ്ണുമോ, കാശ് പോകുമോ അതോ പാട്ടും പാടി ഞാൻ നടന്നിടുമോ. നല്ല വരിയല്ലേ? നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേടന്റെ എൻ്റെ രാത്രികാല പരീക്ഷണങ്ങൾ എന്ന കവിതാ സമാഹാരം 12ാം ക്ലാസ്സിലും PG ക്ലാസ്സിലും പഠിപ്പിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചറും ഉന്നതമല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചേട്ടനും എടുത്ത തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ 2 വരിയെങ്കിലും KG കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ശിവൻകുട്ടി ചേട്ടന്റെ നിർബന്ധം വിദ്യാഭ്യാസ സമിതി തള്ളിയതായി അറിയുന്നു. എൻ്റെ രാത്രികാല പരീക്ഷണങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ കമ്പി വളച്ചത് ഞാനല്ലേ എന്ന കവിത വളരെയേറെ മികച്ചു നിൽക്കുന്നുവെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ഒന്നിച്ച് അഭിപ്രായപ്പെട്ടു. എനിക്ക് വയ്യ. അതിലെ ചില വരികൾ രോമാഞ്ചം ഉണ്ടാക്കുന്നവയാണെന്ന് കടകംപള്ളിയും കയറുവിരി ശാസ്ത്രജ്ഞൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതൊക്കെ തള്ളിപ്പടച്ച് വിടുന്നവരെ സമ്മതിക്കണം അല്ലേ? അല്ല, ഇത് ഒന്നെങ്കിൽ ഇവൻ നല്ലൊരു സാമൂഹ്യ നിരീക്ഷകൻ, അല്ലെങ്കിൽ ഒന്നാം തരം തൊഴിൽ രഹിതൻ, ഏതെങ്കിലും ഒരു കാറ്റഗറി പെട്ടവനായിരിക്കും ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയുള്ള പേര് ഞാൻ എവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും കൂടെ പറഞ്ഞു പോകണമല്ലോ. അങ്ങനെ ഇത്രയും മികച്ച രീതിയിൽ എഴുതിയിട്ട് ഞാനത് എവിടെയോ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സംസ്ഥാന സർക്കാർ ഇടയ്ക്ക് ഈ ഇവരെ, അതായത് ഈ വേടനെ പിന്നെ മറ്റേ അതിഥിയായിട്ടൊക്കെ വിളിച്ച് ഭയങ്കരമായ ശേഷം ജയിലിൽ ഇറങ്ങിയതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ വിളിച്ച് ഇത്രയൊക്കെ എന്താ പറയുക അംഗീകാരങ്ങൾ കൊടുത്ത് ബഹുമാനങ്ങൾ കൊടുത്ത്. ഇന്നലെ ആ പെൺകുട്ടിയുടെ മൊഴി പുറത്തു വന്നിരുന്നു. അതായത് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. അതായത് മറ്റേ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ചെയ്തത് തെറ്റാണ്, മോശമാണ്, അത് ലഹരി ഉപയോഗിക്കരുത്, അങ്ങനെ 2 പ്രസംഗം നടത്തിയപ്പോൾ വേടൻ അതിഥിയായി, പ്രതിയായ വേടൻ അതിഥിയായി. അപ്പൊ ഇതിലും അതേപോലെ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ അടുത്തത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ വേടൻ വീണ്ടും അതിഥിയാവും. അതെ, മറ്റേ ഇതുണ്ടല്ലോ, ഈ ആരാധകരായി വരുന്ന കുറെ പെൺകുട്ടികളുണ്ട്. ഇവനെന്ന് മാത്രമല്ല, കുറെ എണ്ണം അങ്ങനെ എന്തോ കാരണം ഈ ഇടയ്ക്കൊരു ഫേസ്ബുക്ക് യൂട്യൂബർ എങ്ങാണ്ട് ഒരുത്തൻ 34 വയസ്സായവൻ 2 കുട്ടികളുടെ അച്ഛനുവാ 14 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഇവന്മാരുടെയൊക്കെ ഈ സമൂഹത്തിലുള്ള സ്വഭാവം മാത്രമേ അറിയൂ. പിന്നിൽ വീടിനകത്ത് ഉമ്മാൻ എന്താണ്, അല്ലെങ്കിൽ സ്വകാര്യ ഇടങ്ങളിലെ ഉമ്മാൻ എന്താണെന്ന് ഇവർക്കറിയില്ല. അന്ധമായ ഒരു ആരാധനയുടെ പുറത്താണ്. അപ്പോൾ ഈ PG പഠിക്കുന്ന പെൺകുട്ടിയെ പിന്നെ ഇതിലേക്ക് എന്താ പറയുക ഇൻസ്റ്റയിലൂടെ പരിചയപ്പെടുന്നു, പിന്നീട് സംസാരമാകുന്നു, പിന്നീട് മൊബൈൽ നമ്പറുകൾ കൈമാറുന്നു, ഇവർ പ്രണയത്തിലാകുന്നു. അതിനുശേഷം ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വന്നേ സംസാരിക്കാൻ പറ്റൂ, ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല, വീട്ടിൽ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ഇവളോട് ചോദിച്ചു ഒരു ഉമ്മൻ തരട്ടെ എന്ന്. അപ്പോൾ സമ്മതം ചോദിച്ചിട്ടല്ലേ ഉമ്മൻ ചോദിച്ചത്. അതിന് തന്നോ ചേട്ടാ, ഉമ്മൻ തന്നോ എന്ന് പറഞ്ഞു. ഉമ്മൻ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിനെ പിടിച്ച് കട്ടിൽ കിടത്തിയെന്ന്. പിന്നെ അവിടെ
പിന്നെ ഇവളുടെ സമ്മതം ഇല്ലാതെയാണ് അതൊക്കെ നടന്നത്. പക്ഷെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ ആ വീട്ടിൽ നിന്ന് പോണത്. സമ്മതം ഇല്ലാതെ ഇതെല്ലാം നടത്തിയിട്ട് 4 ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ പോണത്. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പിന്നെ ഇതുപോലെ എല്ലാവർക്കും നടത്തി 2-3 മാസം ആ ഫ്ലാറ്റിൽ താമസിച്ചു. അത് കഴിഞ്ഞാണ് വീണ്ടും പോണത്. അപ്പോഴും ഇവളുടെ സമ്മതപ്രകാരം അല്ല ലൈംഗികമായ പീഡനം നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇവളെ മടുത്തപ്പോൾ, ആ കൊച്ചു തന്നെയാണ് പറയുന്നത്, ആ കൊച്ചിനെ മടുത്തപ്പോൾ കൂട്ടുകാരുമായി ഫ്ലാറ്റിൽ വന്നിട്ട് അവളോട് പറയുകയാണ്, എനിക്ക് മറ്റുള്ളവരുമായി സെക്സ് ചെയ്യാൻ നീ ഒരു തടസ്സമാണ്, അതുകൊണ്ട് നമുക്ക് പിരിയാം, ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. നല്ല സൂപ്പർ ബ്രേക്കപ്പ് അല്ലേ? പിള്ളേരൊക്കെ ഇനി ഇങ്ങനെ അനുകരിക്കുമായിരിക്കും. പുതിയ ന്യൂജൻ മറ്റേ പാഠ്യപദ്ധതിയിൽ വരുമോ? വരും. അതല്ലേ രാത്രികാല നിരീക്ഷണങ്ങൾ. ഇതും വരും. ഇതായിട്ടും അവസാനമായിരിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് പ്രയോജനം ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റേ ഒരു രീതിയും വരും. അതായത് നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാം, എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞാനിത് ഉപയോഗിച്ചത് തെറ്റായിപ്പോയി, നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇത് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ സ്വയം തിരുത്താം. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്ന് ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ അത്തരമൊരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇയാൾ ഈ BJP വിരുദ്ധത അത് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആദ്യ രംഗത്തെത്തുന്നത്. ഈ BJP വിരുദ്ധത പറഞ്ഞാലും UDF വിരുദ്ധത പറഞ്ഞാലും LDF വിരുദ്ധത പറഞ്ഞാലും സമൂഹത്തിന് നല്ലത് ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ? അത് മാത്രമാണ് നമ്മളെ ചോദ്യം. ഇയാളുടെ പാട്ട് കൊണ്ടോ ഇയാളുടെ പ്രവൃത്തി കൊണ്ടോ സമൂഹത്തിന് നല്ലത് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? അല്ല, കേരളം പോലൊരു സ്ഥലത്ത് പെട്ടെന്ന് ജനശ്രദ്ധയെ ആകർഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ എളുപ്പം പ്രയോഗിക്കാവുന്ന 2-3 സാധനങ്ങളുണ്ട്. ഒന്ന് ഭക്തി, ഒന്ന് ജാതി, മറ്റൊന്ന് മതം, വർഗീയത. ഇത് ഏതെങ്കിലും തരാതരം പോലെ പ്രയോഗിക്കുന്ന ആർക്കും അവരുദ്ദേശിക്കുന്ന കാര്യം നടക്കും. അല്ല, ഇയാൾ ജാതിക്കാട്ടിലൊക്കെയാ കളിക്കുന്നത്. അതെ, ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് എന്നെക്കുറിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അതൊന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ്. ആരുടെ ജാതി എന്നും പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ ആർക്കും ഇവിടെ ഒരു സംഘപരിവാറിനും ഒരു BJPക്കും അധികാരമൊന്നുമില്ല. ഇവിടെ ആരുടെയും ജാതി പറയാനൊന്നും. അവരവൻ്റെ ജാതി അവനവന് വിലപ്പെട്ടത് തന്നെയാണ്. അതിലിനി ഒരു മാറ്റവും ഇല്ല. ജാതി മതം ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് അതില്ല, ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അല്ലാത്ത കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാമനെ അറിയില്ല, രാവണനെ അറിയാം. കറക്റ്റാണ്, ഇയാൾക്ക് രാവണനെ അറിയാവും. കാരണം കണ്ട പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ട് പോകുന്നവനാണ് രാവണൻ. ഏത് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാലും രാവണൻ കൊണ്ടുപോകും. പക്ഷെ രാവണന് വേറൊരു ഗുണമുണ്ട്, അവരുടെ സമ്മതമില്ലാതെ രാവണൻ അവരുടെ ശരീരത്തിൽ തൊടില്ല. അങ്ങനെ ഒരു നല്ല ചിന്താഗതിയുള്ള മനുഷ്യനാണ് രാവണൻ. ആ ഗണത്തിലൊന്നും ഇവനെ പെടുത്താൻ പറ്റില്ല. ഇനി എത്ര ആളുകൾ 2022 എങ്ങാണ്ട് ഒരു പെൺകുട്ടി മീട്ടു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഇയാൾക്കെതിരെ. ഇയാളുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചും ഇയാൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെക്കുറിച്ചും ഒക്കെ അതിക്രൂരമായ പീഡനമാണ് ഇയാളിൽ നിന്ന് നേരിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്തെത്തിയിരുന്നു. ആ പെൺകുട്ടി പിന്നീട് പലർക്കെതിരെയും ലൈംഗിക ആരോപണമൊക്കെ നടത്തി രംഗത്തെത്തിയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനി ആരൊക്കെയാണ് ഇത്തരത്തിൽ വരാനുള്ളത്? ഇങ്ങനെയുള്ള കഞ്ചാവ് കേസിലെ പ്രതി, പുലിനക കേസിലെ പ്രതി, പിന്നെ ബലാത്സംഗ കേസിലെ പ്രതികളെയൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഈ ആദരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസ് നിലനിൽക്കുമോ ഇല്ലേ അത് നമുക്കറിയില്ല. കാരണം 2022 തൊട്ട് നടന്ന സംഭവമാണ്. ഇപ്പോഴാണ് കേസ് കൊടുക്കുക. അപ്പൊ ഈ കേസിൽ എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അത് അന്വേഷിക്കുമ്പോഴേ അറിയാൻ കഴിയും. ഇത് കൺസെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ നിലവിലെ നിയമം അനുസരിച്ച് അന്ന് നടന്നത് എൻ്റെ കൺസെന്റോടെ അല്ല, എൻ്റെ അനുമതിയോടുകൂടി അല്ല എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ അത് കേസാണ്. അതിന്ന് ഊരിപ്പോകാം ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അത് കേസെടുക്കാനുള്ള വകുപ്പുണ്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, എല്ലാത്തിലും ഇയാളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, 2023 മുതൽ 2022 മുതൽ 2024 വരെ അല്ലെങ്കിൽ 23 വരെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഒന്നുകിൽ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ ആയിരിക്കണം, ചുറ്റുപാടുകളെ കുറിച്ച് അറിയാത്ത സ്ത്രീ ആയിരിക്കണം, മറ്റുള്ളവരുമായി ബന്ധം ഇല്ലാത്ത സ്ത്രീ. ഇവ ഡോക്ടറാണ്, അവർ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിരന്തരം പീഡിപ്പിക്കുന്നുവെങ്കിൽ അവർക്ക് ജോലി സ്ഥലത്ത് പോയി ആരോടെങ്കിലും പറയാം, അല്ലെങ്കിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിയമത്തിൽ ഇങ്ങനൊരു വകുപ്പ് പറയുന്നുണ്ട്. എൻ്റെ സമ്മതത്തോടെ അല്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അതിൽ കേസെടുക്കാൻ വകുപ്പുണ്ട്. പക്ഷെ പിന്നീട് കോടതിയിൽ ഇത് വാദപ്രതിവാദങ്ങൾ വരും. ഇപ്പൊ ധന്യ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ കേസ് തള്ളിപ്പോവും. പക്ഷേ അതിനോടകം ഇത് അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വേടനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരിക്കും ഈ പരാതിയായിട്ട് വന്നത്. അദ്ദേഹത്തെ മാനസികമായോ അല്ലാതെ രീതിയിലോ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ ലക്ഷ്യം നേടാൻ പറ്റും. പക്ഷേ കേസ് എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ളത് അറിയില്ല. ശരിയാ, കാത്തിരുന്ന് കാണാം.